സ്വർണം വാങ്ങുന്ന ദിനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അക്ഷയ തൃതീയ. 2026 അക്ഷയ തൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. ഈ ദിവസം സ്വർണം വാങ്ങാനിരിക്കുകയാണോ എങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വർണം വാങ്ങാൻ നല്ല സമയമുണ്ടോ എങ്കിൽ അത്തരത്തിലൊരു ദിവസമാണ് അക്ഷയ തൃതീയ അറിയപ്പെടുന്നത്. ഭാരതീയ വിശ്വാസപ്രകാരം സർവ്വ ഐശ്വര്യത്തിന്റെ ദിനമായാണ് അക്ഷയ തൃതീയയെ എല്ലാവരും കാണുന്നത്. സ്വർണ്ണ വ്യാപാരത്തെ സജീവമാക്കാൻ അക്ഷയ തൃതീയ എത്തുകയാണ്. ആഭരണം വാങ്ങുന്നവർക്ക് നല്ല ദിനമായി കണക്കാക്കുന്ന അക്ഷയ തൃതീയയ്ക്കായി കേരളത്തിലെ സ്വർണ്ണാഭരണ വിപണിയും ശരിക്കും ഒരുങ്ങിക്കഴിഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയ തൃതീയ ദിനത്തെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റദിന വ്യാപാരം നടക്കുന്നത് ഈ ദിവസമാണ്. ചെറിയ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളുമാണ് ഈ ദിനത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത്. സ്വർണം വാങ്ങാൻ ഏറ്റവും ശുഭദിനമായി കണക്കാക്കുന്ന ഈ ദിവസത്തിൽ ഉപഭോക്താക്കൾ ആഘോഷപൂർവ്വമാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെത്തുക. എന്നാൽ ഇപ്പോൾ റെക്കോർഡ് വിലയിൽ സ്വർണ്ണവില നിൽക്കുന്നതുകൊണ്ട് ആ സന്തോഷങ്ങൾക്കപ്പുറം ആശങ്ക തന്നെയാണ് ബാക്കിയാകുന്നത്. സ്വർണത്തെ കേവലം ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപം എന്ന രീതിയിലാണ് ഇന്ത്യക്കാർ കാണുന്നത്. അതോടൊപ്പം സ്വർണം ഒരു സാംസ്കാരിക പ്രാധാന്യം വഹിക്കുന്നു. അതിനാൽ വിവാഹം, ജന്മദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലെല്ലാം സ്വർണം സമ്മാനമായി നൽകുന്ന പതിവുമുണ്ട്. സ്വർണം നിക്ഷേപമായിട്ടോ അലങ്കാരമായിട്ടോ വാങ്ങുന്നതിന് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് മിക്കവരും. അതിനാൽ തന്നെ സ്വർണം വാങ്ങുന്ന ദിനങ്ങളിൽ ഏറെ പ്രധാനമുണ്ട് എന്നാണ് കണ്ടുവരുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം പോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നത് ഇന്ന് ഏറെ സങ്കീർണമാണ്. ഈ ദിവസം സ്വർണം വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ കോയിനുകളൊക്കെ വാങ്ങുകയാണ് മിക്ക ആളുകളും. നിരവധി ഓഫറുകളും പുതിയ ഡിസൈനുകളും പല ജ്വല്ലറികളും ഇപ്പോഴേ നിരന്നു കഴിഞ്ഞു. സ്വർണ്ണ വിഗ്രഹം, സ്വർണ്ണ നാണയങ്ങൾ, ചെറിയ ആഭരണങ്ങൾ എന്നിവയാണ് ഭൂരിഭാഗം ആളുകളും ചോദിച്ചു വരുന്നത്. ലക്ഷ്മി ലോക്കറ്റുകൾ, മൂകാംബികയിൽ പൂജിച്ച ലോക്കറ്റുകൾ, ഗുരുവായൂരപ്പൻ ലോക്കറ്റുകൾ എന്നിവയ്ക്കും ഡിമാൻഡുണ്ട്. ഇവ പലതും ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വാങ്ങുന്ന രീതിയുമുണ്ട്. എന്നാൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം 1 ലക്ഷത്തിന് മുകളിൽ തുടരുന്ന സ്വർണ്ണവിലയിൽ ആശങ്കകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് 1 പവൻ 22 ക്യാരറ്റിന് 1,10,680 രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണം വാങ്ങാമെന്ന് കരുതിയാൽ അവിടെയും ലക്ഷ്യമില്ല. 90,560 രൂപയാണ് ഇന്നത്തെ നിരക്ക്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം സ്വർണ്ണവിലയിൽ തുടർച്ചയായി ചാഞ്ചാട്ടം അനുഭവപ്പെടുന്നത് വ്യാപാരികൾക്കും ആശങ്കയുണ്ട്. ഇത്തരം ആഘോഷ ദിവസങ്ങളിൽ കച്ചവടം കുറയുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിലേക്കാണ് തള്ളിവിടുന്നത്. വിപണിയിൽ രേഖപ്പെടുത്തുന്ന സ്വർണ്ണവിലയ്ക്ക് പുറമെ പണിക്കൂലി, 3% GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ചേരുമ്പോഴാണ് ഉപഭോക്താവ് നൽകേണ്ട അന്തിമ വില നിശ്ചയിക്കുന്നത്. ഓരോ ആഭരണത്തിന്റെയും ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ 5% മുതൽ വ്യത്യാസവും രേഖപ്പെടുത്തും. ദിനം പ്രതി പുതിയ റെക്കോർഡുകൾ ഭേദിക്കുന്നത് വലിയ തരത്തിൽ ആശങ്ക മാത്രമല്ല, വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാനിരിക്കുന്ന സാധാരണക്കാരായ കുടുംബങ്ങളുടെ ബജറ്റിനെ കാര്യമായി ബാധിച്ചു തുടങ്ങി. അതിനാൽ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന രീതിയും ഇന്നുണ്ട്. മിക്ക ജ്വല്ലറികളും സ്വർണ്ണവിലയുടെ നിശ്ചിത ശതമാനം മുൻകൂർ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയങ്ങളിൽ അക്ഷയ തൃതീയ പോലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് വ്യാപാരത്തെ ബാധിക്കുക എന്ന് തന്നെയാണ് കച്ചവടക്കാരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.